എൻഡിഎയുടെ ദേശീയ നേതൃയോഗം ഇന്ന് ഡൽഹിയിൽ ചേരും. ഉച്ചയ്ക്ക് ശേഷം ഭാരത് മണ്ഡപത്തിലാണ് യോഗം. നരേന്ദ്രമോദി സർക്കാർ 12 വർഷം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് യോഗം. എൻഡിഎ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കും. എൻഡിഎ ഘടകകക്ഷി നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെപ്പറ്റിയും ചർച്ച നടക്കും. വിവരങ്ങളുമായി TS ആദർശ് ചേരുന്നുണ്ട്. ആദർശ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും നമ്മളെല്ലാം ഒരു റെക്കോർഡ് ദിനത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ ഇന്ന് പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കുകയാണ്. ഒരു വ്യാഴവട്ടക്കാലം അത് വളരെ വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ ഒരു സന്തോഷത്തിൽ കൂടിയാണ് ആ യോഗം ചേരുക. അപ്പോൾ ഈ എൻഡിഎ നേതൃയോഗത്തിൽ ആരൊക്കെയായിരിക്കും പങ്കെടുക്കുക? ഒപ്പം ഈ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാകും ചർച്ചയാകുക? ഈ 12 വർഷത്തെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരു യോഗം കൂടിയായി നമുക്കിതിനെ കണക്കാക്കാമോ? അശ്വതി രാഗി, NDA നേതൃത്വത്തിൽ പ്രധാനമായും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിലയിരുത്തലുണ്ടാകും. ഈ യോഗത്തെ തന്നെ വിശേഷിപ്പിക്കുന്നത് NDAയുടെ ലീഡേഴ്സ് കോൺക്ലേവ് എന്നാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഭാരത് മണ്ഡപത്തിൽ 3 മണി മുതൽ ആരംഭിച്ച് 9 മണിക്ക് സമാപിക്കുന്ന തരത്തിലാണ് നിലവിൽ ഈ യോഗത്തിൻ്റെ ഷെഡ്യൂൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ NDA അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും NDA ഘടകകക്ഷി നേതാക്കളും അടക്കമുള്ളവർ പങ്കെടുക്കും. അതുകൊണ്ട് തന്നെയാണ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചർച്ചകളും ഈ യോഗത്തിൽ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ NDA നേതാക്കൾ അഭിനന്ദിക്കും. അതിന് ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള ഈ വികസിത ഭാരതം എന്ന സങ്കല്പത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുക. ഈ ചർച്ചയിൽ ഓരോ നേതാക്കൾക്കും അവരുടെ കാഴ്ചപ്പാടുകളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, ഈ പദ്ധതികളിൽ ഇനി എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ അക്കാര്യങ്ങൾ നിർദ്ദേശിക്കാം. ഇത്തരത്തിലുള്ള വലിയ ചർച്ച നടക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ NDA ലീഡേഴ്സ് കോൺക്ലേവ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായും വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ ഊന്നിയുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും NDA മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ ഓരോ സംസ്ഥാനത്തും നടപ്പിലാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകളും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും അവതരിപ്പിക്കുകയും ചെയ്യും. മറ്റ് കേന്ദ്രമന്ത്രിമാർ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചും യോഗത്തിൽ വിശദീകരിക്കുകയും ചെയ്യും. ഘടകകക്ഷി നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ രീതിയിലുള്ള വികസിത കാഴ്ചപ്പാടുകളൊക്കെ ഈ യോഗത്തിൽ പങ്കുവയ്ക്കാനും കഴിയും. ഒപ്പം തന്നെ രാഷ്ട്രീയമായിട്ടുള്ള നിലവിലുള്ള രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യവും യോഗത്തിൽ ചർച്ചയാകും. പ്രത്യേകിച്ചും തൃണമൂൽ കോൺഗ്രസിനെ പിളർപ്പിനെ തുടർന്ന് ഒരു വിഭാഗം MP-മാർ അവർക്ക് NDA ബ്ലോക്കിനൊപ്പം ഇരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാര്യങ്ങളിലടക്കം പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം തന്നെ NDAയിലേക്ക് മറ്റ് ഘടകകക്ഷിയിൽ വരുന്നുണ്ടെങ്കിൽ അക്കാര്യമടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് മോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ, വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലേക്ക് ഉള്ള പ്രയാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വികസിത പദ്ധതികളുടെ ചർച്ചകൾ, ഇതൊക്കെ തന്നെയാണ് പ്രധാന അജണ്ടയായി ഈ NDAയുടെ നേതൃയോഗത്തിൽ നടക്കുക. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രം കുറിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ NDA നേതാക്കൾ ഈ യോഗത്തിൽ അഭിനന്ദിക്കുകയും ചെയ്യും. അശ്വതി രാഖി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാക്കിയതിൻ്റെ മനോഹരമായ ഒരു യോഗം. ആ യോഗത്തിൽ 2047 വികസിത ഭാരതം എന്നുള്ള നിർണായക ലക്ഷ്യം കൂടി ചർച്ചയാകുമെന്നുള്ള വിവരമാണ് നമുക്ക് നമ്മുടെ ആദർശ ഡൽഹിയിൽ നിന്ന് പങ്കുവച്ചത്.